Hi everyone, welcome to Competitive Cracker. നമുക്കിന്ന് KTET കാറ്റഗറി 3യുടെ ഫിസിക്കൽ സയൻസിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. First one, if the kinetic energy of a bullet of mass 20 gram is fired from a gun of mass 1 kg is 100 joule, the recoil velocity of the gun will be. അതായത് ഇവിടെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. ബുള്ളറ്റിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ്? 100 ജൂൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബുള്ളറ്റിൻ്റെ മാസ് ഉണ്ട്, അത് ഒരു ഗണ്ണിൽ നിന്ന് ഫയർ ചെയ്യുന്നു, അപ്പോഴുള്ള കൈനറ്റിക് എനർജിയാണ് 100 ജൂൾ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആ വാല്യൂസൊക്കെ ഒന്ന് എടുത്തെഴുതാം. അതായത് മാസ് ഓഫ് ബുള്ളറ്റ് എന്താണ്? 20 ഗ്രാം ആണ്. നമുക്കത് കിലോഗ്രാമിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. 0.02 കിലോഗ്രാം. നെക്സ്റ്റ് തന്നിട്ടുള്ളത് എന്താണ്? കൈനറ്റിക് എനർജി കെ ഓഫ് ബുള്ളറ്റ് ആണ്, 100 ജൂൾ. അതുപോലെ തന്നെ മാസ് ഓഫ് ദ ഗൺ 1 kg ആണ്. കിലോഗ്രാം. നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? കൈനറ്റിക് എനർജി ഉണ്ട്, മാസ് ഉണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം അല്ലേ? ആദ്യം തന്നെ എന്ത് വേണം? ബുള്ളറ്റിൻ്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അതായത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണെന്ന് നമുക്കറിയാം. അതായത് കൈനറ്റിക് എനർജി ഓഫ് ബുള്ളറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാസ് ഓഫ് ബുള്ളറ്റ് mb ഇൻറ്റു vb². vb² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ 100 ഇവിടെ ഞാൻ അപ്ലൈ ചെയ്തു. 1/2 ഇൻറ്റു 0.02 ഇൻറ്റു vb². ഇനി vb നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 200/0.02 എന്ന് വരും. 200/0.02 ഒരു റൂട്ടും കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് vb കണ്ടുപിടിക്കുമ്പോൾ 100 എന്ന് നമുക്ക് കിട്ടും അല്ലേ? 200/0.02 എന്ന് പറയുന്നത് 20,000 ആണ്, 10,000 ആണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 100 m/s എന്ന് കിട്ടും. ഇതാണ് കൈനറ്റിക് എനർജി ഓഫ് ദാറ്റ് ബുള്ളറ്റ്. ഇനി കണ്ടുപിടിക്കേണ്ടത്, ചോദിച്ചിരിക്കുന്നത് ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റിയാണ് അല്ലേ? നമുക്കറിയാം ഗണ്ണിൽ നിന്ന് ഫയർ ചെയ്യുമ്പോഴത്തേക്കും ബുള്ളറ്റ് മുന്നിലേക്ക് ഒരു ഇത്ര വെലോസിറ്റിയോടുകൂടെ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഗണ്ണിന് ചെറിയ ഒരു വെലോസിറ്റി പുറകിലേക്കൊന്ന് വലിയും അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന തിയറം എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ്. അതായത് ഗണ്ണ് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സിൽ ബുള്ളറ്റ് മുൻപോട്ട് പോകുന്നു. അപ്പോൾ തിരിച്ച് ഈ ബുള്ളറ്റ് തിരിച്ച് ഗണ്ണിന് കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് നമുക്കവിടെ റീകോയിൽ വെലോസിറ്റി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഗണ്ണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കുറച്ച് പുറകിലേക്ക്, അതായത് ബുള്ളറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഗണ്ണിൻ്റെ വെലോസിറ്റി. അതെന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമുക്കത് എത്രയാണെന്നൊന്ന് കണ്ടുപിടിക്കാം. അതായത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയുന്നത് ദി ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ഇസ് ഈക്വൽ ടു ആഫ്റ്റർ ദി ഫയറിംഗ് ദ ടോട്ടൽ മൊമെൻറ്റം. അതായത് ഫയർ ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ടോട്ടൽ മൊമെൻറ്റവും ഫയർ ചെയ്തതിന് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റവും ഈക്വൽ ആവണം. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയുന്നത്. അപ്പോൾ ഫയർ ചെയ്യുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന, അതായത് ഗണ്ണും ബുള്ളറ്റും റെസ്റ്റിലായിരുന്നു. അപ്പോൾ അവിടെ മൊമെൻറ്റം എന്താണ്? 0 ആണ്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ് എന്ന് പറയുന്നത് എന്താവും? ഫയർ ചെയ്ത് കഴിയുമ്പോൾ ഗണ്ണിനും മൂവ്മെൻ്റ് ഉണ്ട്, ബുള്ളറ്റിനും മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കൂടെ മൊമെൻറ്റത്തിൻ്റെ സം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കണം? 0 തന്നെ ആയിരിക്കണം. അതായത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ച് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് is equal to momentum after firing. ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ് എന്നാണ്. അതായത് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് എന്ന് പറയുന്നത് 0 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ് എന്ന് പറയുമ്പോൾ ബുള്ളറ്റിൻ്റെയും ഗണ്ണിൻ്റെയും മൊമെൻറ്റത്തിൻ്റെ സമ്മ്, അതാണ് ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത്. മൊമെൻറ്റം എന്താണ്? P ഈസ് ഈക്വൽ ടു mv ആണ്. അപ്പോൾ ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് mb ഇൻറ്റു vb പ്ലസ് ഗണ്ണിൻ്റെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ mg ഇൻറ്റു vg. അപ്പോൾ ഇത് ചെയ്യാനായിട്ടായിരുന്നു നമ്മൾ നേരത്തെ vb കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നത്.
വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിൽ നിന്ന് ഇനി സോർട്ട് ചെയ്തെടുക്കേണ്ടത് വി ജി ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ജി എന്ന് പറയുന്നത് ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റിയാണ്. അപ്പോൾ വി ജി ഈസ് ഈക്വൽ ടു എന്ത് വരും? വി ജി ഈസ് ഈക്വൽ ടു ഇത് മൈനസ് വി ബി മൈനസ് എം ബി വി ബി ഡിവൈഡഡ് ബൈ എം ജി. ഇനി മൈനസ് എം ബി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തന്നിട്ടുണ്ട് 0.02 0.02 ഇൻറ്റു വി ബി എന്ന് പറയുന്നത് 100 ആണ്, ഡിവൈഡഡ് ബൈ 1. കാരണം ഗണ്ണിൻ്റെ മാസ് 1 kg ആണ്. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. ഈ മൈനസ് സൈൻ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ മൈനസ് ഉണ്ട് ഇവിടെ. മൈനസ് 0.02 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ്. മൈനസ് ഉണ്ട്, മൈനസ് 2 മീറ്റർ പെർ സെക്കൻഡ്. അതിനർത്ഥം ബുള്ളറ്റിൻ്റെ വെലോസിറ്റി, ബുള്ളറ്റിൻ്റെ മോഷൻ എങ്ങോട്ടായിരുന്നു? അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഗണ്ണിൻ്റെ മൂവ്മെൻറ്റ് വന്നത്. കാരണം ഗണ്ണ് പുറകിലേക്കാണൊന്ന് വലിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റി നമുക്ക് -2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് -k. ദി എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ് ഈസ്. തന്നിട്ടുണ്ട് സെക്കൻഡ് ബോർ ഓർബിറ്റിലുള്ള ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സെക്കൻഡ് ഓർബിറ്റിലുള്ള ബോർ ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് -k ആണ്. കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ എനർജിയാണ്. നമുക്ക് ജനറലി നമ്മൾ എഴുതുന്നത്, അതായത് nth ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ n എന്ന് ഡിനോട്ട് ചെയ്താൽ ഈ n ഈസ് ഈക്വൽ ടു -13.6 Z² ഡിവൈഡഡ് ബൈ n². അത്രയും ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് കോമൺലി നമ്മൾ പറയുന്നത്. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ nth ഓർബിറ്റിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇത്രയുമാണ്. അതിൽ n ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ഈ ഇക്വേഷനിൽ മാറ്റങ്ങൾ വരുത്താം. ഇതിൽ Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ, ഏതൊരു ആറ്റമാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പർ, ആ എലമെൻറ്റ്. ഇവിടെ ഹൈഡ്രജൻ ആറ്റം ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫോർ ഹൈഡ്രജന് Z is equal to 1 ആണ് അല്ലേ? ഹൈഡ്രജൻ ആറ്റത്തിന് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി തന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഈക്വേഷൻ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? -13.6 Z² എന്ന് പറഞ്ഞാൽ അവിടെ 1 ആണ്. അപ്പോൾ അത് അവിടെ എഴുതണ്ട. -13.6 ഇൻറ്റു 1² വരും. ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. സെക്കൻഡ് ഓർബിറ്റ് ആണ്. അപ്പോൾ 2 ഇൻറ്റു 2² എന്ന് പറയുന്നത് 4 ആണ്. ഇത്രയും എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ഈ ഇക്വേഷൻ വൈസ് കിട്ടിയത്. ഈ വാല്യൂ ആണ് എന്ത് തന്നിട്ടുള്ളത്? -k ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം E2 എന്ന് പറയുന്നത് -k ആണ്. ഓക്കെ, അതായത് -13.6 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു -k എന്ന് നമുക്ക് കിട്ടി. ഇനി ഫസ്റ്റ് ഓർബിറ്റിലുള്ളത് ഈ ഇക്വേഷൻ വൈസ് നോക്കുമ്പോൾ E1 വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി E1 എന്ന് പറയുന്നത് -13.6 വീണ്ടും 1² തന്നെ ഡിവൈഡഡ് ബൈ 1². n എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അതുകൊണ്ട് 1² എന്ന് കിട്ടി. ഇതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? -13.6. നമുക്ക് ഫസ്റ്റ് എനർജി എന്ന് പറയുന്നത് ഇവിടെ -13.6 എന്ന് കിട്ടിയെങ്കിലും ഓപ്ഷനിൽ അങ്ങനെയല്ല കിടക്കുന്നത്. ഓപ്ഷനിൽ കിടക്കുന്നത് കെൻ്റെ ടേംസിലാണ്. അതായത് സെക്കൻഡ് ഓർബിറ്റൽ എനർജിയുടെ വാല്യൂ -k ആണ്. അതിൻ്റെ ടേംസിൽ നമുക്ക് ഫസ്റ്റ് ഓർബിറ്റിലുള്ള എനർജി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ -13.6 ബൈ 4 ആണ് -k എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓർബിറ്റിലേക്ക് വരുമ്പോൾ -13.6 ഉള്ളൂ. അപ്പോൾ ഇതെന്ത് എഴുതാം? കെൻ്റെ ടേംസിൽ എഴുതുമ്പോൾ ഈ -13.6നെ നമുക്ക് -4k എന്ന് എഴുതാം ഇല്ലേ? ഇവിടെ നിന്ന് ഈ -13.6 എന്ന് പറഞ്ഞാൽ -4k എന്ന് എഴുതാം. അപ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റ് എനർജിയുടെ -13.6നെ നമുക്ക് കെൻ്റെ ടേംസിൽ എഴുതുമ്പോൾ -4k. ഓക്കെ, അതായത് സെക്കൻഡ് എനർജിയുടെ 4 ഇരട്ടിയാണ് ഈ ഫസ്റ്റ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, -4 ഇൻറ്റു k. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 equal resistors connected in series to a voltage source draw a current I1. When they are connected in parallel to the same source, the current drawn is I2. Then the ratio I2 by I1.
കറൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് എന്താണ്, 2 ഈക്വൽ റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അത് സീരീസിൽ കണക്ട് ചെയ്തപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സിൽ സീരീസിൽ കണക്ട് ചെയ്തപ്പോൾ എത്ര കറണ്ട് ഉൽപ്പാദിപ്പിച്ചു? I1 എന്ന് പറയുന്ന കറണ്ട് കിട്ടി. ഇനി വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ആ 2 റെസിസ്റ്റേഴ്സ് തന്നെ പാരലൽ കണക്ട് ചെയ്യുമ്പോൾ സോഴ്സ് അപ്പോഴും സെയിം തന്നെയാണ്, അതേ വോൾട്ടേജ് സോഴ്സ് ആണ്. അപ്പോൾ ഉണ്ടായ കറണ്ട് എന്ന് പറയുന്നത് I2 ആണ്. എങ്കിൽ ഈ 2 കറണ്ടുകൾ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. അതായത് നമുക്കറിയാം 2 ഈക്വൽ റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏതോ 2 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അത് 2 റെസിസ്റ്റേഴ്സ് രണ്ടും ഈക്വൽ ആണ് ഇവിടെ. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇത് സീരീസിൽ കണക്ട് ചെയ്തത് എന്ന് കാണിക്കാനായിട്ട് ഞാൻ S എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ RS എന്ന് പറയുന്നത് ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ RS എന്ന് പറയുന്നത് ആ 2 റെസിസ്റ്റേഴ്സിൻ്റെയും സമ്മാണ്. ഇവിടെ രണ്ടും R എന്ന് പറയുന്ന 2 റെസിസ്റ്റേഴ്സ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഈക്വൽ ആയിട്ടുള്ള ഏത് റെസിസ്റ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അൺഈക്വൽ ആണെങ്കിലും നമുക്കതിൻ്റെ സീരീസിലാണ് കണക്ഷൻ വരുന്നതെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് സം എടുത്താൽ മതി. ഇനി ഇവിടെ ഈക്വൽ ആയതുകൊണ്ട് ഞാൻ R+R എന്ന് എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു 2R. ഇത് സീരീസിൽ കണക്ട് ചെയ്തപ്പോഴുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്, 2R എന്നാണ്. അപ്പോഴുണ്ടായ കറണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച് V is equal to IR ആണ്. അപ്പോൾ ഇതിൽ നിന്ന് I എങ്ങനെ എഴുതാം? I is equal to V/R എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഇവിടുത്തെ റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഈ താഴെ ഡിനോമിനേറ്ററിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 2R ആണ്. അതുകൊണ്ട് നമുക്ക് V/2R എന്ന് എഴുതാം. ഇതുപോലെ തന്നെ ഇനി പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുവാണ്. ഈ 2 റെസിസ്റ്റേഴ്സും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് RP എന്ന് എഴുതുന്നു. RP എന്ന് പറയുന്നത് ഇതേ 2 റെസിസ്റ്റേഴ്സിൻ്റെ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം, കാരണം പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നേരിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സം ചെയ്യാനായിട്ട് പറ്റില്ല. എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? അതായത് ശരിക്കും പറയുന്നത് 1/RP എന്ന് പറയുന്നത് 1/R + 1/R ഇങ്ങനെയാണ് എഴുതാറുള്ളത്. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് പിന്നെ റെസിപ്രോക്കൽ എടുത്ത് RP കാൽക്കുലേറ്റ് ചെയ്യാം. 1/RP is equal to ആ 2 റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാണോ അതിൻ്റെ റെസിസ്റ്റൻസ് എന്താണോ അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ സമ്മാണ് ഇവിടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 1/RP is equal to 1/R + 1/R എന്ന് പറയുമ്പോൾ R+R ഡിവൈഡഡ് ബൈ R². R+R എന്താണ്? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തത്. 1 × R + 1 × R, 2R ഡിവൈഡഡ് ബൈ R². ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 2/R എന്ന് കിട്ടും. ഈ 2/R എന്ന് പറയുന്നത് 1/RP ആണ്. നമുക്ക് RP ആണ് വേണ്ടത്, പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു R/2 ആണ്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള I കണ്ടുപിടിക്കണം, അതായത് കറണ്ട് കണ്ടുപിടിക്കണം. ഇത് ആദ്യം ഉണ്ടായിരുന്ന സീരീസിൽ കണക്ട് ചെയ്തപ്പോൾ I1 ആണ്. ഇവിടെ I2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? I2 is equal to V/R ആണ്. ഇവിടെ R എന്ന് പറയുന്നത് R/2 ആണ്. R/2 താഴെ വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2V/R എന്ന് കിട്ടും I2. ഇനി കണ്ടുപിടിക്കേണ്ടത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് I2/I1 ആണ്. I2 ഡിവൈഡഡ് ബൈ I1 ഇസ് ഈക്വൽ ടു I2 എന്ന് പറയുന്നത് 2V/R ആണ്. 2V/R ഡിവൈഡഡ് ബൈ I1 എന്ന് പറയുന്നത് V/2R ആണ്. ഇതിനെ നമുക്കൊന്നും കൂടെ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഇങ്ങനെ 2V/R ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 2R/V. അപ്പോൾ വിയും വിയും ക്യാൻസലായി, ഇസ് ഈക്വൽ ടു 4. അതായത് 4/1 ആണ്. നമുക്കതിനെ 4 എന്നും എഴുതാം ഇല്ലേ? അപ്പോൾ I2/I1 എന്ന് പറയുന്നത് 4 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ആൻസർ വരുന്നത് 4 ആണ്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അടുത്തൊരു PYQ നോക്കാം. For an object executing circular motion with uniform angular velocity, which of these statements are correct? ഇതിൽ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ യൂണിഫോം ആംഗുലാർ വെലോസിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇതിലേതായിരിക്കും ട്രൂ ആയിട്ടുള്ളത്? അതായത് യൂണിഫോം ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ലീനിയർ മോഷനിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. സർക്കുലർ മോഷനിലാവുമ്പോൾ ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആവും. അപ്പോൾ ആംഗുലർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് എഴുതാം. ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറയുമ്പോൾ സർക്കുലർ മോഷനിൽ പോകുന്ന ഒരു
മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഈ ഒബ്ജക്റ്റിന് യൂണിഫോം ആംഗുലർ വെലോസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് നിശ്ചിത ഇടവേളകളിൽ, അതായത് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ അത് കവർ ചെയ്യുന്ന ആംഗിൾ തീറ്റ, ഇതാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ എന്ന് പറയുന്നത്. അതായത് ഇത്ര ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ അത് ഇത്ര കറക്റ്റ് ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് സ്വീപ്പ് ചെയ്യുന്ന ഏരിയയും ആംഗിൾ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അങ്ങനെയുള്ള മോഷനാണ് യൂണിഫോം ആംഗുലർ വെലോസിറ്റിയിലാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ വരുന്നത് ലീനിയർ ആക്സിലറേഷൻ ഈസ് 0. ഇവിടെ ലീനിയർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു സർക്കുലർ മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റ് ഇവിടെ എത്തിയെങ്കിൽ അതിന് ലീനിയർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണ്. അതായത് ഏതൊരു പോയിന്റിലും ആ പോയിന്റിന്റെ ടാൻജന്റ് ആണ് അവിടുത്തെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. വെലോസിറ്റിയും ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷനും ഈ ഒരു ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ഇനി അഥവാ ടാൻജൻഷ്യൽ ആക്സിലറേഷന്റെ കൂടെ തന്നെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കൂടിയുണ്ട്. അതിനെപ്പോഴും ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ ആണ്. സർക്കിളിന്റെ സെന്റർ എങ്ങോട്ടാണോ അതിലേക്കായിരിക്കും എപ്പോഴും സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ പോയിന്റ് ചെയ്യുന്നത്. ഇനി ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൂവ്മെന്റ് ഇല്ല. അതിനർത്ഥം യൂണിഫോം ആംഗുലർ വെലോസിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോഷനിലാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് അവിടെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 0 ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലീനിയർ ആക്സിലറേഷൻ ഇൻ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണ്. അതെപ്പോഴും ഓർത്തിരിക്കുക. അതെപ്പോഴും ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും അതിന്റെ ഡയറക്ഷൻ വരുന്നത്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റിങ് ടുവേർഡ്സ് ദി സെന്റർ. അതായത് ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആണ് ഒരു ഒബ്ജക്റ്റിനെ സർക്കുലർ അതല്ലെങ്കിൽ സർക്കുലർ പാത്തിലുള്ള മൂവ്മെന്റിനെ സഹായിക്കുന്നത്. ഇനി ടാൻജൻഷ്യൽ ആക്സിലറേഷൻ സഹായിക്കുന്നത് സ്പീഡ് ചേഞ്ചിനെയാണ്. ഇവിടെ സ്പീഡ് മാറ്റണമെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആക്സിലറേഷൻ ആണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അപ്പോൾ സെൻട്രിപിറ്റൽ ഡയറക്ഷനെ, അതായത് സർക്കുലർ പാത്തിൽ ട്രാവൽ ചെയ്യാൻ സഹായിക്കുന്നു. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ സ്പീഡ് മാറ്റാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ യൂണിഫോം ആംഗുലർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. സ്പീഡ് കോൺസ്റ്റന്റ് ആയാലാണ് ഈക്വൽ ആംഗിൾസ് അവിടെ സ്വീപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലീനിയർ ആക്സിലറേഷൻ ഇസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് 0 എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് തെറ്റാണ്. ഇനി നോ ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു കണ്ടിന്യൂ ദ മോഷൻ. ഒരു സർക്കുലർ മോഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതും റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഫോഴ്സ് ആവശ്യമാണ്. എന്ത് ഫോഴ്സാണ് ഇവിടെ വേണ്ടത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് വേണ്ടത്. ഇനി ഓപ്ഷൻ സി, ലീനിയർ വെലോസിറ്റി ഇസ് കോൺസ്റ്റന്റ്. വെലോസിറ്റി ഇസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്കറിയാം ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതിന് ഡയറക്ഷനും ഉണ്ട്, അല്ലേ? അപ്പോൾ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റന്റ് ആയിരിക്കണം, ഡയറക്ഷനും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ ഡയറക്ഷൻ ആവാം, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആവാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറുന്നുണ്ടെങ്കിൽ നമുക്കവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. അതായത് സ്പീഡ്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ, നമ്മളെപ്പോഴും സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരു വെലോസിറ്റിയുടെ സ്പീഡ് എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് കാണിക്കുന്നത്. സ്പീഡ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, അതിന് ഡയറക്ഷൻ ഇല്ല. പക്ഷെ വെലോസിറ്റിക്ക് ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും മാറാതിരുന്നാൽ മാത്രമേ നമുക്ക് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സർക്കുലർ മോഷന്റെ കാര്യത്തിൽ ഇവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, അല്ലെ? യൂണിഫോം ആംഗുലർ വെലോസിറ്റി ആണ്. അപ്പോൾ ഈക്വൽ ടൈം ഇന്റർവെൽസിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് വരണം എന്നുണ്ടെങ്കിൽ അവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ എന്തായാലും ഇവിടെ സ്പീഡ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല. എത്ര വെലോസിറ്റിയിലാണോ മൂവ് ചെയ്യുന്നത് ആ ഒരു മാഗ്നിറ്റ്യൂഡിൽ തന്നെയാണ് ഇത് ത്രൂ ഔട്ട് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഓരോ പോയിന്റിലും ഇവിടുത്തെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നുണ്ട്, ഇല്ലേ? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എത്തിയിരുന്നതെങ്കിൽ അവിടുത്തെ ടാൻജന്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ഇങ്ങനെയാണ് വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ ഈ പോയിന്റിൽ. ഇനി ഈ പോയിന്റിൽ എത്തുമ്പോഴോ ഡയറക്ഷൻ അവിടുത്തെ ടാൻജന്റ് ആണ്. ആ ഒരു പോയിന്റിലെ സർക്കിളിനെ ടച്ച് ചെയ്ത് പോകുന്ന ഒരു ടാൻജന്റ് ആണ് എന്ത്? ഈ പോയിന്റിലുള്ള വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഇവിടെ എത്തുമ്പോഴോ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായി. ഓക്കെ, അത് ഇങ്ങനെയാണ്, ആന്റി ക്ലോക്ക് വൈസിലാണ് ഈ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ടേക്കാണ്. തിരിച്ചാണെങ്കിൽ ഈ വെലോസിറ്റി എല്ലാം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവും, അത്രേ വ്യത്യാസമുള്ളൂ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ്റെയും വെലോസിറ്റിയുടെയും ഡയറക്ഷൻ ഒരേ ദിശയിൽ തന്നെയാണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നതും ഏതൊരു പോയിന്റിലെയും വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ടാൻജൻ്റ് ആണ്. അപ്പോൾ ഡയറക്ഷൻ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ലീനിയർ വെലോസിറ്റി വിൽ ഓൾവേസ് ബി ചേഞ്ച്. അതിപ്പോൾ ഞാൻ പറഞ്ഞ അതേ ഒരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു ലീനിയർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, കാരണം ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്. അതേ കാര്യമാണ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞത്. ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഓൾവേസ് ബി ചേഞ്ചിങ്, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം കേട്ടിട്ടിൻ്റെ എക്സാം ഇന്ന് എത്താറായി. എക്സാമിന് ഇനി അധികം ദിവസങ്ങളില്ല. അപ്പോൾ ഇപ്പോഴേ നമുക്ക് വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ വേണം. നന്നായിട്ട് ഏതൊക്കെ പോർഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. എല്ലാം നമുക്ക് ഒത്തിരി ഇരുന്ന് പഠിച്ചുകൊണ്ട് കേട്ടിട്ട് കിട്ടണം എന്നില്ല. പക്ഷെ നമുക്ക് കൂടുതലായിട്ടും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവാം. അതൊക്കെ തീർത്തുകൊണ്ട് നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കേട്ടിട്ടിൻ്റെ ക്രാഷ് ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. നമുക്കുണ്ടായിരിക്കുന്നത് മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ട്, പിന്നെ മോഡൽ എക്സാംസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. എല്ലാം കൂടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്രാഷ് ബാച്ചാണ്. അപ്പോൾ എല്ലാവർക്കും CCയുടെ ഈ ഒരു ക്രാഷ് ബാച്ചിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും തന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ PYQs പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം ഒക്കെ കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയുള്ള പാറ്റേൺസിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് അറിയണം. അപ്പോൾ അതിനായിട്ട് PYQs നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് പഠിക്കുകയും വേണം. കൃത്യമായിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കായിട്ട് ഇനി അധികം ടൈമില്ല, ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ്.